ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ വാടി വരുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 3 പച്ചമുളക്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം, പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി 1 കപ്പ് മുരിങ്ങയിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മുരിങ്ങയില ഈ എണ്ണയിലിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആവി ഒന്ന് മുകളിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് ഓഫ് ചെയ്യണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്